ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ സ്നേഹമുള്ളവരെ, യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 29 വരെയുള്ള വചനങ്ങളാണ് സഭാമാതാവ് ഇന്ന് വിചിന്തനത്തിനായി തരിക. ഈ വചനങ്ങൾ വായിക്കുമ്പോൾ പ്രിയപ്പെട്ട ഈ 10 വചനങ്ങളിനകത്ത് കർത്താവ് ശിഷ്യന്മാരെ നോക്കി 3 പ്രാവശ്യം സമാധാനം നിങ്ങളോട് കൂടെ എന്ന് ആശംസിക്കുന്നത് കാണാൻ സാധിക്കും. നമുക്ക് 19-ാം വാക്യത്തിലും 21-ാം വാക്യത്തിലും 26-ാം വാക്യത്തിലുമാണ് നമ്മളിത് കാണുക. ഉത്ഥിതനായ ഈശോ പ്രത്യക്ഷപ്പെടുന്ന ആദ്യ സമയത്ത് തന്നെ ശിഷ്യന്മാരോട് പറയുന്നത് നിങ്ങൾക്ക് സമാധാനം എന്ന് തന്നെയാണ്. എന്തുകൊണ്ടായിരിക്കും ഈശോ സമാധാനം നിങ്ങളോട് കൂടെ എന്ന് ആശംസിക്കുക മാത്രമല്ല ആവർത്തിച്ച് ആശംസിക്കുകയും ചെയ്യുന്നു? കാരണം പ്രിയപ്പെട്ടവരെ, ഈ ലോക ജീവിതം എന്ന് പറയുന്നത് പല രീതിയിലുള്ള വിഷമങ്ങളും വേദനകളും ഒക്കെ ഉള്ളതാണ്. അതുകൊണ്ടാണ് ആ സാഹചര്യത്തിൽ ഈശോ സമാധാനം നിങ്ങളോട് കൂടെ എന്ന് ആശംസിക്കുന്നത്. 19-ാം വാക്യം നമ്മൾ വായിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ശിഷ്യന്മാർ യഹൂദരെ കണ്ട് മറ്റുള്ളവരെ കണ്ട് പേടിച്ച് ഒരു വീട്ടിനകത്ത് വാതിലടച്ചിരിക്കുകയായിരുന്നു എന്നാണ് വചനം തുടങ്ങി വരുന്നത്. പ്രിയപ്പെട്ടവരെ, പേടിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈശോ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവരോട് പറയുന്നത് സമാധാനം നിങ്ങളോട് കൂടെ എന്ന്. ഇന്ന് ഈ സാഹചര്യത്തിലായിരിക്കുന്ന ആരെങ്കിലും നോക്കി നിങ്ങൾ ആരെങ്കിലും സമാധാനം നിങ്ങളോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ തല്ലാൻ വരും. കാരണം എന്ന് പറഞ്ഞാൽ അവർക്കാർക്കും ഈ പ്രത്യാശയില്ല. ഇന്ന് ഈ ലോകത്തിലുള്ള മനുഷ്യർക്ക് പ്രത്യാശയില്ല എന്നുള്ളതാണ്. ഇന്ന് ഈ വർഷം തിരുസഭാ മാതാവ് ഈശോയുടെ ജനനത്തിൻ്റെ 2025-ാമത്തെ ജൂബിലി വർഷമായി ആഘോഷിക്കുമ്പോൾ സഭ പറഞ്ഞിരിക്കുന്നത് പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്നുള്ള റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 5-ാം വാക്യമാണ് വിചിന്തനത്തിനായിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ നമുക്ക് പ്രത്യാശയുണ്ടോ? നമുക്ക് ചോദിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന് ഈ ലോകത്തിൽ ആരോടെങ്കിലും നിങ്ങൾക്ക് സമാധാനം എന്ന് നമ്മൾ ആശംസിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അവർ ദേഷ്യത്തോടു കൂടി നമ്മോട് പെരുമാറും. കാരണം എല്ലാം നശിച്ചിരിക്കുക, എല്ലാം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു, ഒന്നിലും ഒരു പ്രതീക്ഷയില്ല, എല്ലാം തകർന്നുകൊണ്ടിരിക്കുക. പിന്നെയാണ് അതിനകത്താണ് ഈ സമാധാനം. എവിടെ നിന്ന് ഈ സമാധാനം കിട്ടും? സമാധാനം കിട്ടും പ്രിയപ്പെട്ടവരെ, അത് ഈശോയിലാണ് ഇരിക്കുന്നത്. സമാധാനം ഈശോയിലായിരിക്കുന്നത്. ഈശോയാണ് സമാധാനം. അവനെ അന്വേഷിച്ചാൽ മതി. അവനെ അന്വേഷിച്ചാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്. അവനെ അന്വേഷിച്ചാൽ ജീവിതത്തിൽ സ്വസ്ഥതയുണ്ട്, സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്രയോ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നത്, നമ്മൾ ചെയ്ത തെറ്റുകൾക്കും ചെയ്യാതെ തെറ്റുകൾക്കും ഒക്കെയായിട്ട് ഒത്തിരിയേറെ വിഷമങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നവരാണ്. പലപ്പോഴും ശിഷ്യന്മാർ അവിടെ എന്ത് തെറ്റ് ചെയ്തിട്ടാ? അവർ ഈശോ അനുകരിച്ചു എന്നുള്ള കാര്യം കൊണ്ട് മാത്രമാണ് ഒളിച്ചിരിക്കേണ്ടി വന്നത്. പലപ്പോഴും തെറ്റ് ചെയ്യാതെ ഇതുപോലെ ശിഷ്യന്മാരെ പോലെ ഒളിച്ചിരിക്കേണ്ട സാഹചര്യങ്ങളുണ്ടാകും. ആ സാഹചര്യത്തിലും നമുക്ക് സമാധാനം നൽകേണ്ടത് ഈശോയാണ്. ആ ഈശോ, ഉത്ഥിതനായ ഈശോ ആ വാതിലുകൾ അടച്ചിരിക്കെ ആ വീട്ടിനകത്തേക്ക് പ്രവേശിച്ചു കൊണ്ടാണ് അവരോട് സമാധാനം എന്ന് ആശംസിച്ചത്. ഇന്നും അതേ ഈശോ നമ്മൾ വാതിലടച്ച് വീട്ടിനകത്തേക്ക് കട്ടിലിനടിയിൽ അല്ലെങ്കിൽ ബീറയ്ക്കകത്തൊക്കെ ഒളിച്ചിരിക്കുമ്പോൾ, പാർത്തിരിക്കുമ്പോൾ ഈശോ നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. ആ വാതിലുകളൊക്കെ ഭേദിച്ചുകൊണ്ട്, ആ ചുവരുകളൊക്കെ മാറ്റിക്കൊണ്ട്, അതൊന്നും അവന് തടസ്സമല്ല. മറിച്ച് അവൻ്റെ ആവശ്യം എന്ന് പറയുന്നത് നിനക്കും എനിക്കും സമാധാനം തരിക എന്നുള്ളതാണ്. ആ സമാധാനം തരാൻ വേണ്ടിയിട്ട് അവൻ എല്ലാ മതിലുകളും എല്ലാ തടസ്സങ്ങളും എല്ലാ പ്രതിസന്ധികളും മറികടന്ന് നമ്മുടെ അടുത്തേക്ക് വന്ന് നമ്മോട് പറയുന്നുണ്ട് സമാധാനം നിന്നോട് കൂടെ എന്ന്. അത് കേൾക്കാനുള്ള ഒരു മനസ്സ്, അത് കേൾക്കാനായിട്ട് ഒരു കർത്താവിന് സ്വരം കാതോർക്കാനായിട്ട് നമുക്ക് ഒന്ന് ശ്രമിച്ചാൽ മാത്രം മതി. നമുക്ക് ആ സമാധാനം സ്വന്തമാക്കാനായിട്ട് സാധിക്കും. ഇവിടെ ശിഷ്യന്മാരോട് വന്നു പറഞ്ഞു സമാധാനം നിങ്ങളോട് കൂടെയെന്ന്. പിന്നെയും പറയുന്നു സമാധാനം നിങ്ങളോട് കൂടെയെന്ന്. അടുത്ത് പിന്നെയും പ്രത്യക്ഷപ്പെടുമ്പോൾ അടുത്തും പറയുകയാണ് സമാധാനം നിങ്ങളോട് കൂടെയെന്ന്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ ശിഷ്യന്മാർ ആ സമാധാനം കണ്ടെത്തിയില്ല. 21-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ശിഷ്യന്മാരെല്ലാം മീൻ പിടിക്കാൻ പോവുക എന്ന് പറഞ്ഞാൽ അടുത്തിരുന്ന് പറയുന്ന ഈശോയുടെ സ്വരം, കൂടെ വന്ന് നിന്നുകൊണ്ട് ഞാൻ ഉത്ഥിതനായിട്ടുണ്ട്, ഞാൻ മരിച്ചിട്ടില്ല, നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറയുന്ന ഈശോയെ വിശ്വസിക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ല. ഇനി അതിന് മേൽ നമുക്ക് കാണാൻ സാധിക്കും തോമാസ് ലീഹയുടെ സംശയത്തിന് ഉത്തരം പറഞ്ഞുകൊണ്ട് ഈശോ പറയുന്നുണ്ട് നീ എൻ്റെ കൈ കാണ്, നീ നിൻ്റെ കൈ നീട്ടി എൻ്റെ വിലാവിലിട് എന്നൊക്കെ പറഞ്ഞിട്ടും അവർക്ക് ബോധ്യപ്പെട്ടില്ല. അതുകൊണ്ട് ഈശോ തിബേരിയസ് കടൽക്കരയിൽ അവർ മീൻ പിടിക്കാൻ പോകുമ്പോൾ ആ കരയിൽ വന്ന് നിന്നുകൊണ്ട് ഈശോ അവരുടെ മുമ്പിൽ അപ്പവും മീനും ഭക്ഷിച്ചു.
ആ ഭക്ഷിച്ച് കാണിച്ചുകൊണ്ട് ഞാൻ മരിച്ചിട്ടില്ല, ഞാൻ മനുഷ്യനായിട്ട് തന്നെ, ഞാൻ നിങ്ങളോടൊപ്പം തന്നെ ജീവിച്ചിരിപ്പുണ്ട്, എനിക്ക് മരണമില്ല, ഇതോ ഞാൻ ഭക്ഷിക്കുന്നുണ്ടല്ലോ എന്ന് ഈശോ കാണിച്ചു കൊടുക്കുകയാണ്. എന്നാൽ ഈ 21 അധ്യായത്തിൽ മീൻ പിടിക്കാൻ പോയ ശിഷ്യന്മാരുടെ അവസ്ഥയോ, അവർ പേടിച്ചിട്ട് തന്നെയാണ് ഇപ്പോഴും കടന്നു പോകുന്നത്. ജീവിതത്തെക്കുറിച്ചുള്ള പ്രതിസന്ധി അവരുടെ മുമ്പിലുണ്ട്. അയ്യോ, മീൻ പിടിക്കാൻ പണ്ടറിയായിരുന്നു, ഇപ്പം 3 കൊല്ലമായിട്ട് ഇവൻ്റെ പുറകിലായിരുന്നല്ലോ, ഇപ്പം ഇനി മീൻ പിടിക്കാൻ പോയാൽ കിട്ടുമോ? എല്ലാ വിഷമങ്ങളോട് കൂടിയാണ് അവർ മീൻ പിടിക്കാൻ പോവുക. കിട്ടിയില്ല. ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ വിചാരിച്ച് തീരുമാനിച്ച് ഇറങ്ങുമ്പോൾ കർത്താവ് എൻ്റെ കൂടെ ഉണ്ട്, എനിക്കിത് സാധിക്കുമെന്നുള്ള ബോധ്യവും വിശ്വാസവും നമ്മുടെ ഉള്ളിൽ ഇല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെടുക തന്നെ ചെയ്യും. അതിനൊത്ത ഉദാഹരണമാണ് ഈ ശിഷ്യന്മാർ. ഈശോ കൂടെയുള്ളത് അറിഞ്ഞില്ല, വിശ്വസിച്ചില്ല, അവരിറങ്ങി പുറപ്പെട്ടു. അവരിൽ നിന്ന് ആവശ്യപ്പെട്ട കാര്യമല്ല അവർ ചെയ്യാൻ പോയത്. അവർ ഈശോയെ കൂടെ കൊണ്ടുപോയില്ല. അവരുടെ ഇഷ്ടത്തിന് അവർ ഇറങ്ങിപ്പോയി. പേടിച്ചുകൊണ്ടാണ് പോകുന്നത്, വിശ്വാസമില്ലാതെയാണ് പോകുന്നത്. അവർ പരാജയപ്പെട്ടു. ആ പരാജയപ്പെടുന്ന അവസ്ഥയിൽ പോലും ഈശോ അവരോടൊപ്പമുണ്ട്. അവരുടെ അടുത്തേക്ക് വന്ന് നിന്നുകൊണ്ട്, വാ മക്കളെ, മീൻ കിട്ടിയില്ലേ, സാരമില്ല, ഇതോ ഞാനിപ്പോൾ വന്ന്, എന്നെ കാണുന്നുണ്ടോ നിങ്ങൾ, വലത്തേക്ക് വലയിറക്ക്, മീൻ കിട്ടും. അവർക്ക് നല്ല മീൻ കിട്ടി. എന്നിട്ട് പറയാണ്, ആ മീൻ എടുത്തുകൊണ്ട് വാ, നിങ്ങൾ പിടിച്ചതിൽ നിന്ന് 2 എണ്ണത്തെ കൊണ്ടുവാ, നമുക്ക് ഒരുമിച്ച് ഭക്ഷിക്കാം. ഇല്ലായ്മയിൽ ഉണ്ടാക്കിക്കൊണ്ട് ആ ഉണ്ടാക്കി കൊടുത്തതിനെ ഭക്ഷിച്ച് സന്തോഷിക്കാനായിട്ട് കൊടുക്കുന്നവനാണ് ദൈവം. ആ ഉത്തിതനായ ഈശോയുടെ നല്ല ഞായർ, പുതുഞായർ നമ്മൾ ഇന്ന് ആഘോഷിക്കുകയാണ്. പുതുഞായർ എന്ന് പറയുമ്പോൾ പുതുപ്പിക്കുകയാണ്, എല്ലാത്തിനെയും പുതുപ്പിക്കുന്ന ദൈവം പുതിയതാക്കുകയാണ്. ഉത്തിതനായവൻ നമ്മുടെ ജീവിതത്തെ പുതിയതാക്കുകയാണ്. ഈ പുതിയതാക്കാനായിട്ട് നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കുക. ഇതുപോലെ ആയിരുന്നത് പോലെ അല്ല ആയിരിക്കേണ്ടത്. ഇനി അങ്ങോട്ട് പോകേണ്ടത് എൻ്റെ ഈശോ എന്നോടൊപ്പമുണ്ട്. അവൻ ഉത്തിതനായവനാണ്. മരിക്കാനിടയായ ശരീരത്തോടു കൂടെയല്ല, മറിച്ച് ഒരിക്കലും മരണമില്ലാത്ത ശരീരത്തോടു കൂടിയാണ് അവൻ നമ്മോടൊപ്പം യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് അവന് തടസ്സങ്ങളില്ല, അവന് പ്രതിസന്ധികളില്ല. നമുക്ക് രക്ഷ തരാൻ അവന് കഴിയും, നമുക്ക് സമാധാനം നൽകാൻ അവന് കഴിയും, നമുക്ക് സന്തോഷം നൽകാൻ അവന് കഴിയും. അവനോടൊപ്പം നമ്മുടെ ജീവിതയാത്ര നമുക്ക് തുടങ്ങാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.